മനുഷ്യനെ പാപമെന്ന തുറകിൽ അടച്ച് സൂക്ഷിക്കുന്നവനാണ് ഈ ലോകത്തിന്റെ അധികാരി. ഒരിക്കൽ പോലും മനുഷ്യൻ ദൈവത്തോട് അടുക്കരുത്. ആരാണ് ദൈവം? മാനവരാശികളെ സൃഷ്ടിച്ചവനാണ് ദൈവം. സൃഷ്ടാവായ ദൈവത്തിങ്കിലേക്ക് മനുഷ്യൻ അടുക്കരുത്. ദൈവത്തെയും മനുഷ്യനെയും പാപമെന്ന ചുവരുകൊണ്ട്, പാപമെന്ന വേലി കൊണ്ട് കെട്ടി ദൈവത്തിൽ നിന്നും മനുഷ്യനെ അടർത്തിക്കളഞ്ഞവനാണ് പിശാച്. നാം ദൈവത്തോട് അടുത്താൽ ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ശ്രേഷ്ഠ രാജ്യം, മരണമില്ലാത്ത ജീവൻ വസിക്കുന്ന ജീവന്റെ സ്രോതസ്സായ സ്വർഗരാജ്യത്തിലേക്ക് മനുഷ്യനെ കൂട്ടിയോജിപ്പിക്കുന്നതൊന്നാണ് ദൈവത്തിന്റെ തിരുവചനം. പ്രിയ കുഞ്ഞെ, നാം ദൈവത്തെ നമുക്കറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ, നാം ദൈവത്തെ യഥാർത്ഥമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിനകത്ത്, ഹൃദയത്തിനകത്ത് ഒരു മാനസാന്തര അനുഭവം ഉടലെടുക്കുവാൻ കഴിയത്തില്ല. എന്താണ് മാനസാന്തരം? മാനസാന്തരം എന്ന് പറഞ്ഞാൽ ദൈവത്തിങ്കിലേക്ക് ഒരുവൻ തിരിയുന്നതാണ് മാനസാന്തരം. കാരണം ദൈവത്തെ അറിയാതിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ അവൻ സ്വയത്തിലാണ് ജീവിക്കുന്നത്. അവന്റെ ജീവിതം മുഴുവനും സ്വയത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവം. അവന്റെ ജീവിതത്തിലെ ദൈവം അവനവൻ തന്നെയാണ്. ഞാൻ തീരുമാനിക്കുന്നത് പോലെ, എനിക്കിഷ്ടമുള്ളതുപോലെ, എന്നോട് ആരാണ് ചോദിക്കാൻ എന്ന സ്വയത്തിന്റെ അനുഭവത്തിൽ ദൈവത്തെ വെറുത്ത്, ദൈവ ഇഷ്ടം മറന്ന് പാപത്തെ തിരഞ്ഞെടുത്ത് പാപമെന്ന ലഹരിയായ മദ്യവും മയക്കുമരുന്നും കഞ്ചാവും, പ്രിയ കുഞ്ഞെ, പാപത്തിന് അവസരമുള്ള ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. എന്നാൽ പാപത്തെ വെറുക്കുന്ന, പാപിയെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് ഞങ്ങൾ ഇന്ന് പകൽ ഇവിടെ പറയുന്നത്. ദൈവത്തെ, ആ സൃഷ്ടാവായ ദൈവത്തിങ്കിലേക്ക് നീ തിരിയണമെങ്കിൽ, നീ ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ അത് മാനസാന്തരമാണ്. നിന്റെ ഇഷ്ടം വിട്ട് ദൈവ ഇഷ്ടത്തിലേക്ക് തിരിയുക. ദൈവ ഇഷ്ടത്തിലേക്ക് തിരിഞ്ഞെങ്കിൽ മാത്രമേ ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയത്തുള്ളൂ. പ്രിയ കുഞ്ഞെ, ദൈവത്തെ, നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നതൊന്നാണ് സുവിശേഷം. ഈ നട്ടുച്ച സമയത്ത് ഞങ്ങൾ ഇവിടെ കടന്നു വന്നത് ഈ സത്യവചനം നിങ്ങളോട് വിളിച്ചു പറയാനുള്ള കാരണം, ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്നും, എന്ന് പറഞ്ഞാൽ സ്വയത്തിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും മരണം കൊണ്ട് അവസാനിക്കുന്ന ഒരു ലോകത്താണ് ജീവിക്കുന്നത്. കാരണം മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. നാം മരണത്തിന് അപ്പുറമുള്ള ജീവിതം
സുവിശേഷത്തിൽ വിശ്വസിച്ച് ദൈവ ഇഷ്ടം മനസ്സിലാക്കി ദൈവത്തിന്റെ രാജ്യം നാം അവകാശമാക്കണം. ചില വ്യക്തികൾ പറയാറുണ്ട്, ഞങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ട്, ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, പ്രാർത്ഥനയ്ക്ക് പോകുന്നു, പള്ളിയിൽ പോകുന്നു, ശരിയാ. എന്തിനു വേണ്ടി പള്ളിയിൽ പോകുന്നു? നാം എന്തിനാണ് ദൈവത്തെ അന്വേഷിച്ച്? എന്തിനു വേണ്ടിയാ? ഈ ലോകത്തിലെ കാര്യം നേടിയെടുക്കാൻ വേണ്ടിയാണോ നീ ദൈവത്തെ അന്വേഷിച്ച് ചെന്നത്? താൽക്കാലികമായി നശിക്കുന്ന ഒരാവശ്യത്തിന് വേണ്ടി ചില വ്യക്തികൾ പറയാറുണ്ട്, ഞങ്ങൾ പെന്തിക്കോസ്തിൽ പോകുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, പക്ഷെ ഇപ്പൊ ഞങ്ങൾ പോകുന്നില്ല. എന്താ കാരണം? അന്ന് പോയത് ഒരു രോഗം മാറാൻ വേണ്ടിയാ, അന്ന് പോയത് ഒരു വീട് കിട്ടാൻ വേണ്ടിയാ. പ്രിയ കുഞ്ഞെ, അങ്ങനെ ഒരു വിശ്വാസമല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന ഒരു വാഗ്ദത്തമായ ഒരു രാജ്യം, നിത്യമായ രാജ്യം, ദൈവത്തിന്റെ രാജ്യം, അത് നീ അവകാശമാക്കി തീർക്കണം. ഒരു യഥാർത്ഥമായ ആ സ്വർഗരാജ്യത്തിലേക്ക് നമ്മെ നടത്തുന്നതാണ് സുവിശേഷം. ഒന്നുകൂടി പറഞ്ഞാൽ, നമ്മെ ദൈവത്തോട് അടുപ്പിക്കുക. നാം ദൈവത്തോട് അടുക്കും തോറും നമ്മുടെ പഴയ സ്വഭാവത്തെ നാം ഉരിഞ്ഞു കളയുന്നതാണ്. നമ്മെ ദൈവത്തോട് അടുപ്പിക്കണം. നാം ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കണം. നാം ദൈവ ഇഷ്ടം മനസ്സിലാക്കി ദൈവത്തിന്റെ വഴി എന്താണെന്ന് മനസ്സിലാക്കി ആ ദൈവത്തിന്റെ വഴിയിലൂടെ നടക്കുന്നവനാണ് ദൈവത്തിന്റെ രാജ്യത്തിൽ ദൈവത്തിന്റെ അവകാശിയായി തീരത്തുള്ളൂ. ഒന്നുകൂടി പറഞ്ഞാൽ, നമുക്കൊരു കുഞ്ഞുണ്ട്. നമ്മുടെ കുഞ്ഞിനാണ് നമുക്കുള്ള അവകാശങ്ങൾ മുഴുവനും. നാം മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേരിലുള്ളതെല്ലാം, എല്ലാ അവകാശങ്ങളും നമ്മുടെ കുഞ്ഞിന്റെ മേലാണ്. രക്തത്തിൽ, എന്റെ രക്തത്തിൽ, ആ രക്തത്തിൽ നാം ജനിപ്പിച്ച കുഞ്ഞിന്റെ മേലാണ് ആ അവകാശങ്ങൾ ചെന്ന് ചേർന്നത്. ചുറ്റുപാടുമുള്ള എല്ലാവരും വന്ന് അപ്പാന്ന് വിളിച്ചാലും നാം ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളെ മറക്കാതെ നമ്മുടെ അവകാശങ്ങളെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനിടയാകും. കാരണം എന്താണ്? ഞാൻ അവനെ ജനിപ്പിച്ചതാണ്, അവനെന്റെ അവകാശിയാണ്. പലരും വന്ന് എന്നെ അപ്പാന്ന് വിളിച്ചാലും അപ്പനറിയാം മകനാരാണെന്ന്, മകനറിയാം അപ്പനാരാണെന്ന്. വേദപുസ്തകം പറയുന്നു, ഇങ്ങനെ പറയുന്നു, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല. പിന്നെ എന്താ പറഞ്ഞേ? എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം. നീ വിളിച്ച കർത്താവേ കർത്താവേ എന്ന് എന്തിനാ വിളിച്ച? നിന്റെ കാര്യം നടക്കാനാ. പക്ഷെ ഒരിക്കൽ പോലും ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് നീ ചോദിച്ചിട്ടുണ്ടോ? നാം ദൈവ ഇഷ്ടം ചെയ്തെങ്കിൽ മാത്രമേ നാം ദൈവത്തിന്റെ അവകാശിയായി തീരത്തുള്ളൂ.
എന്താണ് ദൈവത്തിന്റെ ഇഷ്ടം? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം തന്നിരിക്കുന്നു. അപ്പൊ യേശുവിനെ അംഗീകരിക്കുന്നവൻ യേശുക്രിസ്തു മുഖാന്തരം ഒരു മനുഷ്യൻ ആരായി തീരണം? ദൈവപുത്രനായി തീരണം. ദൈവപുത്രനായി തീരണമെങ്കിൽ മനുഷ്യപുത്രൻ, ജഡമനുഷ്യൻ, ജഡത്തിന്റെ ചിന്തകൾ, ജഡത്തിന്റെ സ്വഭാവം ഓരോ ദിവസവും നിന്നിൽ നിന്നും ഉരിഞ്ഞു കളയേണ്ടതാണ്. എന്തുകൊണ്ടങ്ങനെ പറയാൻ കാരണം, ജഡമനുഷ്യന് മരണമുണ്ട്. പാപത്തിൽ ജനിച്ചവൻ പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിക്കുന്നവൻ അവൻ ജഡം കൊണ്ട് തീരുമ്പോൾ, പാപത്തിൽ ജനിച്ചു എങ്കിലും പാപത്തെ ഉപേക്ഷിച്ച് ആര് മുഖാന്തരം? യേശുക്രിസ്തു മുഖാന്തരം പാപത്തെ ഉപേക്ഷിച്ച് യേശുക്രിസ്തുവാകുന്ന രക്ഷകനെ അംഗീകരിച്ച് പാപമെന്ന ലഹരി നിന്റെ ജീവിതത്തിൽ നിന്നും അടർത്തി മാറ്റി ദൈവത്തിന്റെ സ്വഭാവത്തിലേക്ക് തിരിയുന്നവൻ ദൈവപുത്രനായി തീരുന്നു. വീണ്ടും പറഞ്ഞാൽ വീണ്ടും ജനിക്കുക എന്ന് പറയും. യേശുക്രിസ്തുവിനാൽ നീ വീണ്ടും ജനിക്കണം. വചനത്തിലൂടെ നീ വീണ്ടും ജനിക്കണം. ഒരു പുതിയ മനുഷ്യനായ ക്രിസ്തുവിനെ നീ ധരിക്കണം. പുതിയ മനുഷ്യനായ ക്രിസ്തുവിനെ ധരിക്കണമെങ്കിൽ പഴയ മനുഷ്യനെ നീ ഉപേക്ഷിക്കണം. ഇതെല്ലാത്തിന്റെ മർമ്മം എന്തെന്നറിയാവോ? പ്രവൃത്തിയാ. നിന്റെ പഴയ പ്രവൃത്തി നീ ഉപേക്ഷിക്കാൻ തയ്യാറാണോ? നീ മാനസാന്തരപ്പെടാൻ ഒരുക്കമാണോ? മാനസാന്തരത്തിലേക്ക് നിനക്ക് തിരിയുവാൻ നീ ഒരുക്കമാണോ? യേശുവേ, അങ്ങന്റെ ജീവിതത്തിലേക്കൊന്ന് വരണം. പാപം നിറഞ്ഞു കിടക്കുന്ന ഈ ലോകത്തിൽ, അധർമ്മം നിറഞ്ഞു കിടക്കുന്ന ഈ ലോകത്തിൽ ദൈവപുത്രനായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സമാധാനമില്ലാത്ത എന്റെ ജീവിതം, സമാധാനത്തിനു വേണ്ടി മദ്യവും മയക്കുമരുന്നും പാപലഹരികൾ തേടിപ്പോയി സമാധാനത്തിന് വേണ്ടി തുടങ്ങിയത്. പക്ഷേ ഒരു ചെറിയ സമാധാനം കിട്ടാൻ വേണ്ടി തുടങ്ങിയത്. പക്ഷേ ഇത് ഇന്ന് അത് മുഖാന്തരം എന്റെ ഉള്ള സമാധാനവും നഷ്ടപ്പെട്ടു. എന്റെ വീടിനകത്തൊരു കുപ്പക്കുന്ന് പോലെയാക്കി ഞാൻ തീർത്തു. ഞാനിന്നൊരു പാപത്തിന്റെ അധികാരിയുടെ അടിമയായിരിക്കുന്നു. ഈ നശിച്ച ജീവിതത്തിൽ നിന്നും ഞാൻ പലരെയും തേടിപ്പോയി. ഞാൻ പലതും ചെയ്തു നോക്കി. പക്ഷെ എന്റെ ജീവിതത്തെ മാറ്റുവാൻ ആർക്കും കഴിഞ്ഞില്ല. പ്രിയ കുഞ്ഞേ, ഈ ലോകത്തിലെ ഒരു സിസ്റ്റത്തിനും ഒരു മനുഷ്യനെ മാറ്റാൻ കഴിയത്തില്ല. ഒരു മരുന്നിനോ ഒരു മന്ത്രത്തിനോ ഒരു പണത്തിനോ ഒരു വ്യക്തിക്കോ ഒരു മനുഷ്യന്റെ
കഴിയത്തില്ല. കാരണം ഈ ലോകം കാണുന്നതെല്ലാം സൃഷ്ടിയാ. പക്ഷെ നമ്മുടെ ജീവിതത്തെ മാറ്റണമെങ്കിൽ ആ സൃഷ്ടാവായ ദൈവത്തിങ്കിലേക്ക് നാം തിരിയണം. നമ്മെ സൃഷ്ടിച്ച, നമ്മെ ഉണ്ടാക്കിയ, നമ്മെ ഒഴിവാക്കിയ ആ ദൈവത്തിങ്കിലേക്ക്, ബലമുള്ള ദൈവത്തിങ്കിലേക്ക് നീ തിരിയാൻ തയ്യാറാണോ? ആ ദൈവത്തിങ്കിലേക്ക് നീ തിരിയാൻ തയ്യാറാണെങ്കിൽ തകർന്നു കിടക്കുന്ന നിന്റെ ജീവിതത്തെ ദൈവം പണിയുവാനിടയാകും. എപ്രകാരം മരണത്തെ ജയിച്ചവൻ, പാതാളത്തെ ജയിച്ചവൻ, പാപത്തെ ജയിച്ചവൻ, പിശാചിനെ ജയിച്ച കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ദൈവം നിന്റെ ജീവിതത്തെ പണിയുവാനിടയാകും. ഇന്ന് പകൽ ഈ ക്രിസ്തുവിലേക്ക് അടുത്തു വരാൻ നീ ഒരുക്കമാണോ? യേശു ക്രിസ്തുവിലേക്ക് അടുത്തു വരുവാൻ ഒരുക്കമാണോ? നീ അടുത്തു വരാതെ, നീ ദൈവത്തെ ക്ഷണിക്കാതെ നിന്റെ ജീവിതത്തിൽ അതിക്രമിച്ച് കിടക്കുന്നവരല്ല ദൈവം. പക്ഷെ നീ അറിയാതെ നിന്റെ ജീവിതത്തിൽ അതിക്രമിച്ച് കടന്നവനാണ് പിശാച്. പക്ഷെ നീ ക്ഷണിച്ചാൽ, നീ ക്രിസ്തുവിനെ അംഗീകരിച്ചാൽ, യേശുക്രിസ്തുവിനാ നിന്റെ ജീവിതത്തെ വിട്ടുകൊടുത്താൽ, ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിയ കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരമാക്കിയ കർത്താവ്, പ്രിയ കുഞ്ഞെ, നിന്റെ വീടിനകത്തും നിന്റെ ജീവിതത്തിലും പ്രവർത്തിക്കുവാനിടയാകും. ഇതൊരു മതത്തിന്റെ സംഘടനയല്ല, ഇതൊരു സംഘടനയുടെ ഉപദേശമല്ല, മറിച്ച് ജീവനുള്ള ദൈവത്തിന്റെ വചനമാണ്. ഈ സത്യവചനം നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരമാക്കി തീർക്കട്ടെ. നാം വായിച്ചത് ഇങ്ങനെയായിരുന്നു: ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ.